ഇനി ആദ്യ സെഗ്മെന്റായ മൈ ഹോം. ഈ സെഗ്മെന്റിൽ ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്ന വീടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു ഒറ്റനില വീടാണ്. പഴയ കാലത്തെ നാലുകെട്ട് വീടുകളെ ഓർമ്മിപ്പിക്കും വിധം ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം എല്ലാ ലിവിംഗ് ഫെസിലിറ്റികളും സജ്ജീകരിച്ച ഒരു വീട്. കാണുക ഇതിന്റെ വിശദാംശങ്ങൾ. ലാൻഡ്സ്കേപ്പ് ഗാർഡന്റെ പച്ചപ്പിന് നടുവിൽ കേരളീയ വാസ്തുകലയുടെ പാരമ്പര്യ ചിഹ്നങ്ങളോടുകൂടി ഒരു വീട്. മേച്ചേരി മഠം എന്നറിയപ്പെടുന്ന ഈ വീട് മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള പുതുപ്പാടി ഗ്രാമത്തിലാണ്. ഒറ്റനിലയിൽ നിർമ്മിച്ച മനോഹരമായൊരു സൗധം. ഗ്രാമവൃക്ഷങ്ങളുടെ ഹരിതസാന്ദ്രമായ പശ്ചാത്തലത്തിൽ ഏറെ ആകർഷകമായൊരു കാഴ്ചയാണ് ഈ വീടിന്റേത്. മൂവാറ്റുപുഴയിലെ പ്രമുഖ ബിസിനസ്സുകാരനായ മേച്ചേരി മഠത്തിൽ KA മൂസയുടേതാണ് ഈ വീട്. 3250 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയ സുന്ദരമായൊരു പാർപ്പിടം. കൊച്ചിയിലെ പ്രമുഖ ആർക്കിടെക്ട് R. രമേശ് രൂപകൽപ്പന ചെയ്തതാണ് മനോഹരമായ ഈ വീട്. 4 കിടപ്പുമുറികളും അനുബന്ധ സൗകര്യങ്ങളുമൊക്കെ ഒറ്റ നിലയിൽ തന്നെ നൽകി രൂപകൽപ്പന ചെയ്ത ആകർഷകമായ പാർപ്പിടം. മൂവാറ്റുപുഴ നഗരത്തിൽ നിന്ന് തെല്ലകന്നു മാറി പുതുപ്പാടിയിലെ ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഈ വീട് നിർമ്മിക്കാൻ KA മൂസയെ പ്രേരിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. നഗരഹൃദയത്തിൽ ജനിച്ചു വളർന്നയാളാണ് ഇദ്ദേഹം. അവിടത്തെ തിക്കും ബഹളവും നിത്യവും അനുഭവിച്ചു പോന്നൊരാൾ. നല്ലൊരു സഹൃദയനും വായനക്കാരനും ചില പ്രസിദ്ധീകരണങ്ങളുടെ മുൻ പബ്ലിഷറുമൊക്കെയായ ഇദ്ദേഹത്തിന് ഗ്രാമീണ അന്തരീക്ഷത്തോട് വളരെയേറെ മമതയുണ്ട്. അതുകൊണ്ടാണ് സ്വന്തമായി വീട് നിർമ്മിക്കുന്നതെങ്കിൽ അത് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ മതിയെന്ന് ഇദ്ദേഹം ഉറപ്പിച്ചത്. അങ്ങനെയാണ് ഈ പ്ലോട്ട് കണ്ടെത്തിയത്. സിറ്റിയിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ ഒച്ചയും ബഹളവും ഒഴിവാക്കി ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ വീട് വെക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പുതുപ്പാടി എന്ന ഗ്രാമത്തിൽ ഈ പ്ലോട്ട് കാണുകയും ഇവിടെ ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കുകയും ചെയ്തത്. വീടിന്റെ രൂപകൽപ്പനയ്ക്കായി R. രമേശിനെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിന് 1-2 നിബന്ധനകൾ കൂടിയുണ്ടായിരുന്നു. വലിയൊരു ഗാർഡന് നടുവിൽ വേണം വീട്. വീടിന്റെ പെർസ്പെക്റ്റീവിന് കേരളീയ ഛായ വേണം. അത് ഒറ്റ നിലയിൽ നിർമ്മിച്ച വീടാവണം എന്നിങ്ങനെ. ഞാൻ പല 2 നില വീടുകളും കണ്ടു. അതിന്റെ മുകളിലത്തെ നില ആരും തന്നെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ നിർമ്മിക്കുന്ന വീട് ഒരു നില മതി എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഈ വീട് നിർമ്മിക്കുകയും ചെയ്തത്. ഭാര്യ സുബൈദയും സഞ്ജു, ഷസീൽ എന്നീ 2 ആൺമക്കളും അടങ്ങുന്നതാണ് KA മൂസയുടെ കുടുംബം. അതിനാൽ വീട്ടിലുണ്ടായിരിക്കേണ്ട സൗകര്യങ്ങളെക്കുറിച്ചും ശ്രീ മൂസയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. 4 ബെഡ്റൂമുള്ള വീടായിരിക്കണം, കോട്ടിയാട് വേണം, മുറികൾക്കൊക്കെ നല്ല വിശാലത വേണം എല്ലാം പറയുകയും അദ്ദേഹം അതനുസരിച്ച് ഡിസൈൻ ചെയ്തു തരികയും ഞങ്ങൾക്ക് ആ ഡിസൈൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വീട് വെക്കുവാൻ കാരണം. മൂസയുടെ ഈ ആഗ്രഹങ്ങൾക്കെല്ലാം അനുസരിച്ചൊരു വീടായാണ് R. രമേശ് ഇതിന്റെ രൂപകൽപ്പന നിർവഹിച്ചത്. വലിയ ഗാർഡന് നടുവിലായി വീട്. അതിന് ഒറ്റനില സ്ട്രക്ചർ, ഫോർമൽ ലിവിംഗ് ഏരിയ, ഗസ്റ്റ് ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം, മക്കളായ സഞ്ജുവിനും ഷസീലിനും അവരുടെ ഭാര്യമാർക്കുമായി പ്രത്യേകം കിടപ്പുമുറികൾ, വിശാലമായ ഡൈനിങ് ഏരിയ, അതിനരികിലായി ഒരു നടുമുറ്റം, ഫോർമൽ കിച്ചണും വർക്കിംഗ് കിച്ചണുമായി 2 പാർട്ടായുള്ള കിച്ചൺ എന്നിങ്ങനെ ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്നൊരു വീട്. ഗ്രാമീണമായ ഈ അന്തരീക്ഷത്തിൽ വീട് വയ്ക്കുവാൻ ശ്രീ മൂസ ഒരുങ്ങിയപ്പോൾ മക്കളും ഭാര്യയുമൊക്കെ അതിനെ അനുകൂലിക്കുകയും ചെയ്തു. വീട് നിർമ്മിക്കുന്നത് ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയറിലാണെന്ന് വാപ്പ പറഞ്ഞപ്പോൾ ഞങ്ങളും അത് അംഗീകരിച്ചു. കാരണം ഞങ്ങൾ ജനിച്ചു വളർന്നത് സിറ്റിയിലാണ്. ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ വീട് നിർമ്മിച്ച് അവിടെ താമസിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ 1.5 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയായ ഒരു വീടാണിത്. കേരളീയ വാസ്തുശൈലിയിലുള്ള സുന്ദരമായൊരു വീട്. രൂപകൽപ്പനയിലും നിർമ്മാണ ശൈലിയിലും ഒട്ടേറെ സവിശേഷതകളുള്ളൊരു വീട് കൂടിയാണിത്. സമീപകാലത്ത് കേരളത്തിലെങ്ങും നിർമ്മിക്കുന്ന വീടുകൾക്ക് ഇരുനിലയുടെ സൗകര്യങ്ങൾ നൽകുമ്പോഴാണ് ഒരൊറ്റ നിലയായി ഈ വീട് നിർമ്മിച്ചത്. ഒറ്റ നിലയിലുള്ള ഈ രൂപകൽപ്പനയും പക്ഷേ ഏറെ ആകർഷകം.
ആദ്യ കാഴ്ചയിൽ തന്നെ ഈ വീട് നമ്മെ ആകർഷിക്കുന്നത് ഇതിന്റെ ഈ എലിവേഷൻ പാറ്റേൺ കൊണ്ടാണ്. ഒരു ഫ്ലാറ്റ് റൂഫ് കോൺക്രീറ്റ് ഹൗസ് ആയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും അതിനു മുകളിൽ ഓടുമേഞ്ഞ ഒരു സ്ലോപ്പിംഗ് റൂഫ് നൽകിയിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് കുറേയേറെ മെച്ചങ്ങളുണ്ട്. ഈ വീടിന്റെ പെർസ്പെക്റ്റീവ് കാണുമ്പോൾ ഓടുമേഞ്ഞ മേൽക്കൂരയോടുകൂടി നിർമ്മിച്ചൊരു വീടാണെന്ന് ആരും ശങ്കിച്ചു പോകും. എന്നാൽ ഇത് ഒറ്റ നിലയിൽ കോൺക്രീറ്റ് റൂഫ് നൽകി നിർമ്മിച്ച വീടാണ്. വീടിന്റെ എക്സ്റ്റീരിയർ ബ്യൂട്ടി വർദ്ധിപ്പിക്കാനാണ് പിന്നീട് അതിനു മുകളിൽ ഓടുമേഞ്ഞ റൂഫ് ഒരുക്കിയത്. ചെറിയ ചെറിയ ഗോപുരങ്ങൾ പോലെ ഒട്ടേറെ ചെറു മേൽക്കൂരകളുടെ ഒരു ബഹുസ്വരത. ഇതിന്റെ എലിവേഷനെ ആകർഷകമായൊരു കാഴ്ചയാക്കുന്നത് തീർച്ചയായും കേരളീയ ശൈലിയിലുള്ള ഈ റൂഫിംഗ് പാറ്റേൺ ആണ്. ഇങ്ങനെയൊരു മേൽക്കൂര നൽകിയതുകൊണ്ട് വേറെയും ചില മെച്ചങ്ങളുണ്ട്. കോൺക്രീറ്റ് വീടുകൾക്കുള്ളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന കടുത്ത ചൂട് ഒഴിവാക്കാനായി കോൺക്രീറ്റ് റൂഫിനുമേൽ നേരിട്ട് സൺലൈറ്റ് പതിക്കാത്തത് കൊണ്ടാണത്. അതിനാൽ വീട്ടിനുള്ളിൽ നല്ല കുളിർമ കിട്ടും. മഴക്കാലത്ത് കോൺക്രീറ്റ് വീടുകളെ ബാധിക്കുന്ന ചോർച്ചയും ഒഴിവാക്കാം. ട്രസ് വർക്കിനുള്ളിൽ മഴക്കാലത്ത് തുണിയുണക്കുവാനുള്ള ഒരു സ്പേസും ഒരുക്കിയെടുക്കാനായി വലിയൊരു മുൻവരാന്തയുണ്ട് ഈ വീടിന്. അതുകൊണ്ട് തന്നെ ഇരുവശങ്ങളിലുമായി നല്ലൊരു സീറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. വരാന്തയ്ക്ക് അഴക് പകരുന്ന 1/2 ഡസനോളം പില്ലറുകളുമുണ്ട് ഇവിടെ. പാതയോരത്തോട് ചേർന്നൊരു പ്ലോട്ടാണിത്. റോഡിൽ നിന്ന് പ്ലോട്ടിലേക്ക് പ്രവേശിക്കാൻ ഒരു വിക്കറ്റ് ഗേറ്റും മെയിൻ ഗേറ്റുമുണ്ട്. ഗേറ്റ് കടന്നാലുടൻ ഗാർഡന് നടുവിലായി പേയ്മെന്റ് ടൈലുകൾ വിരിച്ചൊരുക്കിയ നിറപ്പകിട്ടാർന്ന മുറ്റം. വീടിനോട് ചേർന്ന് വടക്ക് കിഴക്ക് ദിശയിലായി വിശാലമായ കാർ പോർച്ച്. പ്രത്യേകമായി തന്നെ പണികഴിപ്പിച്ചതാണ് കാർ പോർച്ച്. കാർ പോർച്ചിനരികിലായി വീടിന്റെ മുന്നിൽ ഒരു നീളൻ വരാന്ത. വരാന്തയുടെ ഇരുവശങ്ങളിലും ഒരുക്കിയ സീറ്റിംഗ് ഏരിയ. അങ്ങനെയാണ് ഈ വീടിന്റെ മുൻഭാഗം ഒരുക്കിയത്. വരാന്തയോട് ചേർന്നും കാർ പോർച്ചിന്റെ ഭാഗമായി നൽകിയ പില്ലറുകൾ സുന്ദരമായൊരു കാഴ്ചയാണ്. വീടിന്റെ മുൻഭാഗത്ത് ഒത്ത മധ്യത്തിലായാണ് വീട്ടിലേക്കുള്ള പ്രധാന വാതിൽ. തേക്കിൻ തടിയിൽ മിനുക്കിയെടുത്ത നല്ലൊരു നിർമ്മിതി. അത് തുറക്കുന്നത് ഫോർമൽ ലിവിംഗ് ഏരിയയിലേക്കാണ്.